ഹായ് ഹലോ, വെൽക്കം ടു ഷെറീസ് വേൾഡ് D2. ഇന്ന് നമുക്ക് ഈ ചൂടിനും നോമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റുന്ന വളരെ ആരോഗ്യപ്രദമായ ഒരു തരിക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി, ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടായ നെയ്യിലേക്ക് കേട്ടോ. ഇത് നമ്മൾ നെയ്യിൽ തയ്യാറാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മിൽമയുടെ നെയ്യ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ തയ്യാറാക്കി നെയ്യ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാൽ അത്ര തന്നെ ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ നെയ്യിൽ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളി എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, എത്ര അളവാണ് നമ്മൾ തയ്യാറാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ തരിക്കഞ്ഞി. നമ്മളുണ്ടാക്കിയാൽ ഒരു വലിയ ജഗ്ഗിൽ ഉണ്ടാക്കി വെച്ചാൽ അത് രാത്രി കുറേ പ്രാവശ്യമായിട്ട് എല്ലാവരും കുടിക്കും കേട്ടോ. ഇത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഇത്രക്കും നമുക്ക് കുടിക്കാൻ കഴിയും ചെയ്യും കേട്ടോ. നോമ്പ് തുറന്നാൽ നമുക്ക് അത് വളരെ സമാധാനത്തിൽ കുടിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തിട്ട് കൊടുക്കുന്നത് സേമിയാണ് കേട്ടോ. സെമോലിന എന്ന് പറഞ്ഞ സേമിയ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. വളരെ കുറച്ച് നമ്മൾ സേമിയ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ റവയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരമൊന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളക്കാറാവുന്ന സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് റവയാണ് കേട്ടോ. റവ ഇട്ട് കൊടുത്തു കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി നമ്മളിത് ഇളക്കി കൊടുക്കും. ഇത് ഏറ്റവും നല്ല ഇതാണ് കേട്ടോ. നമ്മൾ പിന്നെ നമ്മൾ നെയ്യിൽ കിടന്നിട്ട് ഉള്ളി മൂക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും അത് നമുക്കിങ്ങനെ ഭയങ്കര കൊതി തോന്നും കേട്ടോ. അപ്പോൾ അത് നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പാൽപ്പൊടിയാണ് കേട്ടോ. മിൽക്ക് പൗഡർ, ആഡ് സം മിൽക്ക് പൗഡർ. അപ്പോൾ എന്തിനാണ് ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ് കേട്ടോ. പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കുറച്ച് മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ആ പാൽപ്പൊടിയാണ് കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കുക. അപ്പം നമ്മൾ ആ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ആ സമയത്ത് തന്നെ. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് കുറച്ച് ഏലക്കായ പൊടിയാണ് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് തിളക്കുന്ന സമയമായിട്ടുണ്ട് അല്ലേ, തിളച്ച് വരുന്നുണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് നോമ്പ് തുറന്ന് അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരുപാട് ഭക്ഷണം കഴിക്കും എന്നൊക്കെ വിചാരിക്കും. നോമ്പ് തുറന്നാലോ അത്രയും നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും കഴിയില്ല. പിന്നെ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നതാണ്, അതിലേക്ക് കുറച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കാഷ്യൂ നട്ടും കുറച്ച് നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ. കാഷ്യൂ നട്ടും നമുക്ക് വേണമെങ്കിൽ കിസ്മിസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ കാഷ്യൂ നട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. കാഷ്യൂ നട്ട് ഇട്ടാൽ എല്ലാവർക്കും ഇഷ്ടമാവില്ല, അപ്പോൾ മക്കളൊന്നും കുടിക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ബ്ലാക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഇല്ലാതെ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
അവർക്കും ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നോമ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ പറയും, ഹസ്ബൻഡ് പറയും നോമ്പല്ലാത്ത സമയത്തും ഇത് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അവർക്കൊക്കെ. നല്ല രസമാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട്. നമ്മൾ എത്ര ഗ്ലാസ്സും കുടിച്ചു പോകും കേട്ടോ. ഇത്ര ഈസി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി നോക്കൂ. വളരെ കുറച്ച് പണിയുള്ളൂ കേട്ടോ. ആ ചെറിയ ഉള്ളി അരിയുന്ന ആ ഒരു സമയമുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടു. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.